ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. വേറൊന്നുമില്ല, നമ്മൾ മുടിയിൽ റിംഗ് ടൈപ്പ് ആക്കിയിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് റിംഗ് ടൈപ്പ് ആക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും വേണം. അതെന്താണെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ കേളി ഹെയർ ഉള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഡേ മോയ്സ്ചറൈസറൊക്കെ ചെയ്ത് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഒരു കേളി ടൈപ്പ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ചീപ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത് മുടിയിൽ. ഓക്കെ, അത് ഇനിയിപ്പോൾ എന്ത് ഇതായിക്കോട്ടെ, ഈ റിംഗ് ടൈപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യരുത്. അത് മുടിയിലെ റിംഗ് ടൈപ്പ് നഷ്ടപ്പെടും. കാരണം ഇപ്പം തന്നെ എൻ്റെ മുമ്പിലെ മുടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഈ ഒരു അവസ്ഥയാകും. നമ്മളിപ്പോൾ മുടിയിലിങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടാവും, മുടി കാണുമ്പോൾ മുടി ഒന്ന് തൊട്ട് നോക്കട്ടെ, ഈ റിംഗ് ടൈപ്പ് ഒക്കെ പോകാനൊക്കെ സാധ്യത ഉണ്ട്. സോ ആ ഒരു ഹാബിറ്റ്സ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചീപ്പുകളൊന്നും കോമ്പോളൊന്നും യൂസ് ചെയ്യരുത്. റിംഗ് ടൈപ്പ് ആയി കഴിഞ്ഞാൽ അത് അവിടെ നിന്നോട്ടെ, പിന്നെ വേറെ ആരും കണ്ടാൽ മതി, അതിലിങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ ഈ ഒരു കോമ്പുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ വോളിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം, അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യുക. അല്ലാതെ വേറൊരു കോമ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചുരുണ്ട മുടിയാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. സോ ആ സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ നമ്മുടെ മുടിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം ആ റിംഗ് ടൈപ്പ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്പ്രേ ടൈപ്പ് കൊണ്ട്. അപ്പോൾ വെള്ളം എപ്പോഴും നമുക്ക് കുടിക്കാനും തലയിലാക്കാനൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു മുടി ഷെയ്ക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് റിങ് ആവേണ്ട മുടിയൊക്കെ റിങ് ആയിക്കോളും. എന്നിട്ടൊന്ന് മുടി ഒന്ന് ഉണങ്ങി വരുമ്പോൾ സ്മൂത്ത് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ക്രീമും കാര്യങ്ങളൊക്കെ, അറിയാത്ത ക്രീമും കാര്യങ്ങളൊന്നും തേച്ച് മുടി കേട് വരുത്തരുത്. എപ്പോഴും നാച്ചുറലാണ് ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചിരുന്നു ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യാൻ ബെറ്റർ എന്നുള്ളത്. ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യം ഇതാണ്. ഈ ഒരു ബേബി ഷാമ്പു, ഹിമാലയയുടെ ബേബി ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് തന്നെ മാസത്തിലൊരു പ്രാവശ്യം. അതുപോലെ തന്നെ പുറത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ചളിയൊക്കെ ആകുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യാറ്. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ചെമ്പരത്തി താളി അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അവർക്കും കൂടെ നിങ്ങൾ ഉപകാരപ്പെടട്ടെ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം.